ചങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ചന്തയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത. കുഴൽമന്നം ചന്ത എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത്. പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലെ കുഴൽമന്നം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ട് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ഒരുപാട് നാടൻ കന്നുകളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികൾ, നാട്ടിൻ പുറത്തുനിന്നുള്ള കന്നുകൾ, കൂടുതൽ കർഷകരൊക്കെ നേരിട്ടിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത. കുഴൽമന്നം ചന്തയിൽ ഈ ആഴ്ചയിൽ ഒരുപാട് കന്നുകാലികൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മേടിക്കാനുള്ള ആളുകളും ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കന്നുകാലികളും ആളുകളൊക്കെ ഈ ഭാഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണി 7:30 ആവുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ ചന്ത ഫുള്ള് സജീവമാണ്. ചെറുവണ്ടികളിലൊക്കെ ആയിട്ട് നാട്ടിൻ പുറത്തുനിന്നുള്ള കന്നുകാലികളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ വണ്ടികളിൽ കന്നുകാലികളെയൊക്കെ കൊണ്ടുവന്നിട്ട് രാവിലെ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. ഇനിയും വലിയ വണ്ടികൾ ചന്തയുടെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ വണ്ടികൾ ധാരാളമായിട്ട് നാടൻ കന്നുകളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളകളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള 2 കന്നുകളാണ് ഇതായി കാണുന്നത്. ഈ കാണുന്ന കന്നുകളൊക്കെ ഉലഹിയത്ത് അക്കീക്കത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള കന്നുകളാണ്, നാടൻ കന്നുകളാണ്. ഈ കാണുന്ന കന്നിനൊക്കെ 55 റുപ്യ 60 റുപ്യ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാൻ കഴിയും. ചന്തയിൽ അവരുടെ വില അവർ പറയും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. അതാണ് ചന്തയിലെ രീതി. അതേപോലെ തന്നെ ഇവിടെ ഒരു കാളക്കൂടനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 180 കിലോനോളം മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള നല്ല വലിയൊരു കാളയാണ് കണ്ടത്. അതൊക്കെ 70 രൂപ 75 രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അതേപോലെ വളരെ കുറച്ച് വളർത്തുകുട്ടികളാണ് വന്നിട്ടുള്ളൂ. കാളക്കുട്ടികളും അതേപോലെ വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തിൻ കുട്ടികളൊക്കെ വളരെ കുറച്ചാണ് വന്നിട്ടുള്ളൂ. വന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതിൻ്റെയൊക്കെ കുറച്ചുകൂടി അടുത്തേക്ക് പോയിട്ട് എടുത്താലാണ് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതലും തടിപ്പശുക്കളാണ് വന്നിട്ടുള്ളത്. കറവ പറ്റിയതും ചെന പിടിക്കാത്തതൊക്കെ ആയിട്ട് ഫാമുകളിൽ നിന്ന് ഒഴിവാക്കിയത്, അതേപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പശുക്കളാണ് കൂടുതലായിട്ടുള്ളത്. കൂടുതലും കറവ പറ്റിയതും ചെന പിടിക്കാത്തതൊക്കെ ആയിട്ട് ഫാമുകളിൽ നിന്നൊക്കെ കർഷകർ ഒഴിവാക്കിയിട്ടുള്ള പശുക്കളാണ് കൂടുതലായിട്ട് ഈ ആഴ്ച കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് കാങ്കേയം, ഹാലിഗർ, അതേപോലെ ജേഴ്സി, സിന്ധി, അങ്ങനെ പല ബ്രീഡുകളിലും പെട്ടിട്ടുള്ള കുറച്ച് മൂരിക്കുട്ടികളെയും പശുക്കുട്ടികളെയും പിടിച്ച് നിൽക്കുന്നുണ്ട്. വളരെ ചെറിയ കുട്ടികളാണ്. ഏകദേശം ഒരു 6 മാസമോ 8 മാസത്തിനൊക്കെ താഴെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് കുട്ടികളാണ് ഈ കാണുന്നത്. ആ കൂട്ടത്തിൽ കാങ്ക്രേജിന്റെ അടുത്ത് പെട്ടിട്ടുള്ള ഒരു കുട്ടിനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ് കാങ്ക്രേജിന്റെ അടുത്ത് പെട്ടത്. ആ കാങ്ക്രേജിന്റെ അടുത്ത് പെട്ടുള്ള കുട്ടിക്ക് അവർ 38,000 രൂപയാണ് ചന്തയിൽ ചോദിച്ച വില. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാലിഗറിന്റെ അടുത്ത് പെട്ടിട്ടുള്ള ഒരു കാളക്കുട്ടി ഉണ്ട്. അതിന്റെ തൊട്ട് പിറകിലായിട്ട് ആ ഭാഗത്തും കുറച്ച് വളർത്തുകുട്ടികൾ ഹാലിഗറിന്റെ അടുത്ത് പെട്ടതും കാങ്ക്രേജും കാങ്കയൊക്കെ ആയിട്ട് ചെറിയ കുട്ടികൾ ഒരു 8-10 നിൽക്കുന്നുണ്ട്. കൂടുതലായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല, കാരണം വളരെ കുറച്ച് വളർത്തുകുട്ടികളാണ് ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുള്ളൂ. ആ റേഞ്ചിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട ആ പരുവത്തിനുള്ള കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 20,000 രൂപ മുതൽ 28,000 രൂപ വരേക്കാണ് വില ചോദിക്കുന്നത്. വളരെ ചെറിയ കുട്ടികളാണ്, ഒരു 6 മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ. കാങ്ക്രേജിന് അടുത്തപ്പെട്ടത് അത്യാവശ്യം വലുപ്പത്തിനുണ്ട്. ആ കൂട്ടത്തിൽ നിൽക്കാറുണ്ട് നമുക്കതിനെ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിക്കാൻ കഴിയുന്നില്ല. ആ കൂട്ടത്തിന് ഇടയിൽ പിടിച്ചിരിക്കുകയാണ്. നമുക്ക് അതിനെ മാത്രമായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം വലുപ്പത്തിനുണ്ട്. 38 രൂപയാണ് ചന്തയിൽ അവർ ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. ഇവിടെ ഈ ഭാഗത്തും കുറച്ച് കുട്ടികളെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ ഒരു കുട്ടീനെ നമ്മുടെ അഴിച്ച് സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊരു ഓങ്കോളിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓങ്കോളിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള ഒരു വളർത്തുകുട്ടിയാണ്. ഓങ്കോളിൻ്റെയും കാങ്കേയത്തിൻ്റെ ഒക്കെ ഒരു ക്രോസ് ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി വലുതായാലാണ് കറക്റ്റ് ബ്രീഡ് ഏതാന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. ഈ കാണുന്ന കുട്ടിക്ക് 23,000 രൂപയാണ് ചന്തയിൽ വില പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഒരു കാങ്കേയത്തിൻ്റെ അടുത്ത് പെട്ടത്, അതേപോലെ
ഒരു ഹാലീഗറിൻ്റെ ഇനത്തിൽപ്പെട്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ, 2-3 കുട്ടികളെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം ആ റേഞ്ചൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ചന്തയിൽ അവർ ചോദിക്കുന്ന വിലയാണ് 20 to 22, 23 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള കുട്ടികളാണ് ഇന്ന് ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുള്ളത്. അവർ പറയുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല, നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. എന്തായാലും 20ൻ്റെ ചോട ബാർഗെയിൻ ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് നാടൻ പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ പോത്തുകളാണ്, ഏകദേശം ഒരു 200+ അല്ലെങ്കിൽ 180+ ഒക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ്. ആ പരുവത്തിനുള്ള പോത്തുകൾക്കൊക്കെ ഏകദേശം 70-75 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളകളെ കെട്ടിയിട്ടുണ്ട്. നാടൻ കന്നുകളാണ്, വലിയ വലിപ്പത്തിനില്ലെങ്കിലും ഇറച്ചിക്കാനം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് നാടൻ കന്നുകളാണ് അവിടെ കെട്ടിയിട്ടുള്ളത്. മേടിച്ച് കെട്ടിയ കന്നുകളാണ്, അതിൻ്റെ വിലയും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടില്ല. ആളുകൾ രാവിലെ നേരത്തെ മേടിച്ച് കെട്ടിയിട്ടുള്ള കന്നുകളാണ്. ഇവിടെ ഈ ഭാഗത്ത് കാങ്കയത്തിന് അടുത്തപ്പെട്ടിട്ടുള്ള 2 കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ചെറുതൊന്ന് വലുതുമാണ്. ആ കറുപ്പ് അത്യാവശ്യം വലിപ്പത്തിനുണ്ട്. ആ കറുപ്പിനൊക്കെ 55 രൂപ 60 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. മറ്റതൊരു 45-50ൻ്റെ ചോടെ ആ റേഞ്ച് അതും ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന വിലയാണ്, നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണ് മതിപ്പ് തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് ബാർഗെയിൻ ചെയ്യുക. ചന്തയിൽ കൊണ്ടുവന്ന ആളുകൾ അവരുടെ ഔട്ട്ലൈന് വില പറയും, നമുക്ക് മുതലാവുന്ന വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. അതാണ് ചന്തയിലെ ഒരു രീതി. ഇവിടെ കാങ്കയത്തിന് അടുത്തപ്പെട്ടിട്ടുള്ള ഹാലിഗറിൻ്റെ കാങ്കയൊക്കെ ഒരു ക്രോസാണ് തോന്നുന്നുണ്ട്. കറക്റ്റ് ബ്രീഡ് ഏതാണെന്നറിയില്ല. കാഴ്ചക്ക് കാങ്കയത്തിൻ്റെ ബ്രീഡ് പോലെ ഉണ്ട്. അതിൻ്റെ കൊമ്പും ഷേപ്പൊക്കെ കാണുമ്പോൾ ഹാലിഗറിൻ്റെ ഒക്കെ ഒരു ക്രോസ് ആണെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പെരുന്നാളിന് വിൽക്കാൻ കഴിയില്ല, 2 വയസ്സൊന്നും ആയിട്ടില്ല. വളർത്താൻ പറ്റിയ രീതിയിലുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് ഒരു 5 പോത്തുകൾ, അത്യാവശ്യം വലിപ്പത്തിനുള്ള പോത്തുകളാണ്. 75 രൂപ 70 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള 5 പോത്തുകളാണ്. ഏകദേശം ഒരു 150 അടുപ്പിച്ചൊരു 120, 130 ആ റേഞ്ചൊക്കെ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള പോത്തുകളാണ്. ഈ കൂട്ടത്തിൽ ഓങ്കോളിൻ്റെ അടുത്തപ്പെട്ടിട്ടുള്ള വലിയൊരു കന്ന്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ല പവർ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. അറ്റത്ത് നിൽക്കുന്ന ഓങ്കോളിൻ്റെ അടുത്തപ്പെട്ടുള്ള ഒരു കന്ന്, 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. അടുത്ത പെരുന്നാളിന് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കന്നാണ്. കാണാൻ നല്ല ലുക്ക് ഉണ്ട്, അത്യാവശ്യം പവറും തോന്നിക്കുന്നുണ്ട്. നമ്മളതിനെ മേടിക്കാന്നുള്ള ലെവലിൽ അടുത്തേക്ക് പോയി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. 4 പുറം നോക്കിയപ്പോൾ അത്യാവശ്യം പവർ ഉണ്ട്. അതിൻ്റെ മൂക്ക് ചെറുതായിട്ട് കീറിയിട്ടുണ്ട്, ചെറിയ പഴുപ്പും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ മേടിച്ചില്ല. ആ കാണുന്ന കന്നിന് അവർ ചോദിച്ച വില 3.25 37,500 രൂപയാണ് ചോദിച്ച വില. പോത്തിൻകുട്ടികൾ വളരെ കുറച്ചാണ് ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കൂടുതലായിട്ട് പോത്തിൻകുട്ടികൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. വരും ആഴ്ചകളിൽ കൂടുതൽ വളർത്തുകുട്ടികൾ പോത്തിൻകുട്ടികളൊക്കെ ചന്തയിൽ വന്നു തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞാലാണ് വളർത്തുകുട്ടികൾ കൂടുതലായിട്ട് വരുള്ളൂ. കച്ചവടക്കാർ കൂടുതൽ വളർത്തുകുട്ടികളിൽ ഫോക്കസ് ചെയ്യുന്നതും ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ അവരുടെ കോള് ഇറച്ചിക്കന്നിലാണ്, കൂടുതൽ ഇറച്ചിക്കന്നിനാണ് ആളുകൾ ചന്തയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വളർത്തുകുട്ടികളെ കൊണ്ടുവരുന്നവരൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ ഇറച്ചിക്കന്നുകളെയാണ് കൊണ്ടുവരുന്നത്. പെരുന്നാൾ കഴിഞ്ഞാൽ കൂടുതലായിട്ട് വളർത്തുകുട്ടികൾ ചന്തയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പോത്തിൻകുട്ടികളെന്ന് പറയാൻ കഴിയില്ല, വളരെ കുറച്ച് പോത്തിൻകുട്ടികൾ തന്നെ വന്നിട്ടുള്ളൂ. പക്ഷേ ഉള്ളതിൽ കൂടുതലും ആന്ധ്ര കുട്ടികളാണ്. കൊമ്പും തലയൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികൾ വളരെ കുറച്ച് വന്നിട്ടുള്ളൂ. കൂട്ടത്തുനിന്ന് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളും മോശമാണെന്നല്ല പറയുന്നത്, ഈ കുട്ടികളും വളരുന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷേ കൊമ്പും തലയൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള, നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള ചുരുണ്ട കൊമ്പുള്ള കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ കൂട്ടത്തിലുണ്ട്. അതിന് നമ്മൾ തിന്നാൻ കൊടുത്താൽ അതിൻ്റെ ശരീരത്തിൽ കാണും, മറ്റുള്ളത് അതിനുള്ള വളർച്ചയെ കാണിക്കുള്ളൂ. കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ട് വില കൊടുക്കും വേണം. വളരെ ചെറിയ കുട്ടികൾ, ഇതപ്പോൾ കാണുന്നതൊക്കെ ചന്തയിൽ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് വളരെ ചെറിയ കുട്ടികളാണ്. ആ പരുവത്തിനുള്ള കുട്ടികൾക്കൊക്കെ ഏകദേശം 16 രൂപ മുതൽ 20 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ഓരോന്നിൻ്റെ വലുപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണ് അവർ വില പറയുന്നത്. അതേപോലെ തന്നെ ഈ പരുവത്തിനുള്ള കുട്ടികൾക്കൊക്കെ ഏകദേശം 20 രൂപ മുതൽ 26 രൂപ 28 രൂപ റേഞ്ച് വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ വലുപ്പത്തിനും ഭംഗിക്കും നല്ല ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ചിട്ടാണ് അവർ വില പറയുന്നത്. ചന്തയിൽ കുഴൽമന്നം ചന്തയിൽ ഈ ആഴ്ച വന്നിട്ടുള്ള കന്നുകാലികളുടെ
നമ്മൾ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.